മലപ്പുറം ജില്ലയിൽ ആർക്കും അറിയപ്പെടാത്ത 2000-ഓളം വർഷം പഴക്കമുള്ള ഒരു അമ്പലത്തിലാണ് ഞാനുള്ളത്. അപ്പോൾ ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളെ കിട്ടിയിട്ടുണ്ട്, പ്രസിഡന്റുണ്ട്, സെക്രട്ടറി ഉണ്ട്. ഇതിന്റെ കൂടുതൽ വിശേഷം ഇവർ പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ കാളയ പഞ്ചായത്തിലെ ആംപോയിൽ കൈതമണ്ണ മഹാദേവ ക്ഷേത്രമാണ് പരിസരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ചിരപുരാതനമായ ഒരു ക്ഷേത്രത്തിന്റെ ശിലാവശിഷ്ടങ്ങൾ നിലകൊണ്ടിരുന്നു. ഇവിടെ പൗരാണികമായ രീതിയിലുള്ള ഒരു ക്ഷേത്രമാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ തലമുറ ഓർമ്മയുള്ള കാലം മുതലുള്ള ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ഈ കിടക്കുന്നത്. ഇത് ദ്വാരപാലകരാണ്. ഏകദേശം 2000 വർഷം നേരത്തെ നമ്മൾ പറഞ്ഞു, 2000 വർഷത്തെ പഴക്കണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. മുഖ്യ ദേവനായിട്ട് മഹാദേവനും ഉപദേവന്മാരായിട്ട് അയ്യപ്പൻ, ഭഗവതി, ഗണപതി, രക്ഷസ്, നാഗങ്ങൾ മുതലായവയാണ് ഇവിടെയുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ട് 2-4 വർഷമായി. ഇപ്പോൾ മുഖ്യ ശ്രീകോവിലിൻ്റെ പണി പൂർത്തീകരിച്ചു. പിന്നെ അതുപോലെ തന്നെ നമസ്കാര മണ്ഡപത്തിൻ്റെ പണിയും പൂർത്തീകരിച്ചു. ചുറ്റമ്പലത്തിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 40 ലക്ഷത്തോളം രൂപ മൊത്തം ഇവിടെ ചിലവായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഇങ്ങോട്ട് റോഡ് നിർമ്മിച്ചു. അതുപോലെ തന്നെ സ്ഥലം വാങ്ങി. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും റോഡിൻ്റെ പിന്നെ പൈസയും അതുപോലെ തന്നെ സ്ഥലം വാങ്ങിയതൊക്കെ ഉൾപ്പെടെയാണ് ഈ നേരത്തെ പറഞ്ഞ സംഖ്യ ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ചുറ്റമ്പല നിർമ്മാണത്തിന് ഏകദേശം 60 ലക്ഷം രൂപ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്, കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകളാണ് കൂടുതലും ഉള്ളത്. അതുകൊണ്ട് ഇത് കാണുന്ന എല്ലാ ആളുകളുടെയും സഹകരണം, സാമ്പത്തികമായ സഹകരണം ഉണ്ടായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സഹായിക്കണമെന്നാണ് പറയാനുള്ളത്.